ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് സുപ്രീം കോടതിയിൽ അറിയിക്കും. യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച മുൻ നിലപാട് സർക്കാർ തിരുത്തും. ശബരിമലയിൽ ആചാര സംരക്ഷണം വേണമെന്നും സർക്കാർ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെടും. നേരത്തെ യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച സർക്കാരിന്റെ നിലപാട് ഈ തിരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിലാണ് തിരുത്താൻ തയ്യാറായത്. കേസിൽ വിശദമായ വാദം ഏപ്രിൽ 7 തുടങ്ങും. ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ് വിവരങ്ങളുമായി. ജിഷ്ണു, ഏപ്രിൽ 7 ഇപ്പോൾ വിശദമായ വാദം തുടങ്ങാനിരിക്കെ ഈ കക്ഷികളോടെല്ലാം, കേസിൽ പങ്കുചേർന്ന കക്ഷികളോടെല്ലാം നിലപാട് വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തന്നെ ഇപ്പോൾ സംസ്ഥാന സർക്കാരും നിലപാട് വ്യക്തമാകുന്നു. എടുത്തു പറയേണ്ട സർക്കാരിന്റെ നിലപാട് മാറ്റം തന്നെയാണ്. പലവിധ ചർച്ചകളിലൂടെ അത് കടന്നുപോയതുമാണ്. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വിശ്വാസികളോടൊപ്പം വിശ്വാസ സംരക്ഷണത്തിന് നിൽക്കുമെന്ന നിലപാട് കോടതി അറിയിക്കാൻ സർക്കാർ തയ്യാറെടുക്കുന്നു. സ്വപ്ന, ഗുഡ് മോർണിംഗ്. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് 2018 സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധിക്കെതിരെ ഉയർന്നിട്ടുള്ള പുനഃപരിശോധനാ ഹർജികളാണ് ഇനി സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കുന്നത്. അതിന് മുൻപായി, കേസ് പരിഗണിക്കുന്നതിന് മുൻപായി കേസിലെ കക്ഷികളോട് എല്ലാവരോടും തന്നെ അവരുടെ വാദം എഴുതി നൽകാൻ സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരുന്നു. ഇതിനനുസരിച്ച് ഇന്നിപ്പോൾ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കുകയാണ്. അതിലേറ്റവും ശ്രദ്ധേയം, നേരത്തെ കേസിൽ വാദം നടക്കുമ്പോഴും വിധി വന്നപ്പോഴും പുനഃപരിശോധനാ ഹർജികൾ വന്നപ്പോഴും ശബരിമലയിൽ യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ടുള്ള നിലപാടായിരുന്നു സംസ്ഥാന സർക്കാർ നൽകിയത്. അത്തരത്തിലുള്ള സത്യവാങ്മൂലമായിരുന്നു സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സമർപ്പിച്ചത്. അവിടെയും അത്തരത്തിൽ സ്ത്രീകളുടെ പ്രായമനുസരിച്ചുള്ള ഒരു നിയന്ത്രണത്തിന്റെ ആവശ്യമില്ല എന്ന നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു. അത്തരത്തിലുള്ള സത്യവാങ്മൂലം നൽകി. അതും 2018 ശബരിമല യുവതീ പ്രവേശന വിധിക്കൊരു കാരണമാണ്. പിന്നീട് വിധി വന്നപ്പോൾ ശബരിമലയിൽ ആ വിധി നടപ്പാക്കാം എന്നുള്ള കാര്യവും സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിരുന്നു. അതിൽ നിന്നൊരു വലിയ യു ടേൺ ആണ് നിലവിൽ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത്. ഒപ്പം സംസ്ഥാന സർക്കാരിന് നേതൃത്വം നൽകുന്ന CPM-ഉം അത്തരത്തിൽ ആ നിലപാട് മാറ്റിയിട്ടുണ്ട്. പരസ്യമായുള്ള പ്രതികരണത്തിൽ CPM-ന്റെ നിലപാട് മാറിയിട്ടില്ല എന്ന് വ്യക്തമാക്കുമ്പോഴും CPM നേതൃത്വം നൽകുന്ന സംസ്ഥാന സർക്കാർ ശബരിമലയിൽ ആചാര സംരക്ഷണം ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരിക്കും ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ നിലപാട് അറിയിക്കുക. നിയമവകുപ്പ് സെക്രട്ടറിയും ഒപ്പം അഡ്വക്കേറ്റ് ജനറലും ഇന്നലെ തന്നെ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. കക്ഷികൾക്ക് വാദം എഴുതി നൽകുന്നതിന് സുപ്രീം കോടതി നൽകിയ സമയം ഇന്ന് അവസാനിക്കാനിരിക്കുകയാണ്. ഈ അവസാന ദിനത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യുവതീ പ്രവേശനത്തെ എതിർത്തുകൊണ്ടും ശബരിമലയിൽ ആചാര സംരക്ഷണം നടപ്പാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുമുള്ള നിലപാട് വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ കൂടിയാണ്. ശബരിമല യുവതീ പ്രവേശന വിധി എന്നുള്ളതൊരു കേവലം സംസ്ഥാനത്തെ സംബന്ധിച്ചൊരു നിയമപ്രശ്നം മാത്രമല്ല, വലിയ ചർച്ചകൾക്ക് വഴിവെച്ച, വലിയ പ്രതിഷേധങ്ങൾക്കെല്ലാം വഴിവെച്ചൊരു വിഷയമാണ് ശബരിമല യുവതീ പ്രവേശനം. അതിൽ ഒരു നിലപാട് മാറ്റം ഇപ്പോൾ സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിലാണ്. അതിൽ വലിയ രാഷ്ട്രീയ പ്രതിവാദങ്ങൾക്കും അക്കാര്യം വഴിവെക്കുന്നുണ്ട്. ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടിയത് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ വിശ്വാസികളുടെ വോട്ട് നേടാനാണ് ഇത്തരത്തിലൊരു യു ടേൺ, നിലപാടിലൊരു മാറ്റം സംസ്ഥാന സർക്കാർ വരുത്തിയത് എന്നുള്ളതാണ്. ഒപ്പം ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നും ശബരിമലയിൽ യുവതീ പ്രവേശനം ഉണ്ടാകരുത്, അവിടെ ആചാര സംരക്ഷണം ഉണ്ടാകണം എന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. കേസിൽ 9-അംഗ ഭരണഘടനാ ബെഞ്ച് ഏപ്രിൽ 7 മുതലാണ് വിശദമായ വാദം നടക്കുന്നത്. ശബരിമല യുവതീ പ്രവേശനം, ഒപ്പം ഇത്തരം മതപരമായ കാര്യങ്ങളിൽ നേരിടുന്ന സ്ത്രീ വിവേചനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിക്ക് മുൻപിലേക്ക് എത്തിയിട്ടുള്ള വിഷയങ്ങൾ, ഇവയെല്ലാം തന്നെയാണ് സുപ്രീം കോടതിയുടെ 9-അംഗ ഭരണഘടനാ ബെഞ്ച്, ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചിന് മുൻപിലേക്ക് എത്തുന്നത്. വിശദമായ വാദം തന്നെ ഈ ശബരിമല യുവതീ പ്രവേശനത്തിൽ കോടതിക്ക് മുൻപിലേക്ക് ഉണ്ടാകും. കാരണം കോടതിയുടെ 5-അംഗ ഭരണഘടനാ ബെഞ്ചായിരുന്നു നേരത്തെ ശബരിമലയിൽ അത്തരത്തിലൊരു നിയന്ത്രണത്തിന്റെ ആവശ്യമില്ല എന്ന കാര്യം വ്യക്തമാക്കിയത്. ഒപ്പം ഈ കേസിൽ ഹർജിക്കാരായിട്ടുള്ള ഇന്ത്യൻ യങ് ലോസ് അസോസിയേഷനും ഇതിനോടകം തന്നെ അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ യങ് ലോസ് അസോസിയേഷൻ വ്യക്തമാക്കിയത് ഈ സ്ത്രീകളെ പ്രായത്തിന്റെ പേരിൽ വേർതിരിക്കുന്നതോ നിയന്ത്രിക്കുന്നതോ ശരിയായ നടപടിയോ നിലപാടോ അല്ല. ശബരിമലയിലെ വിശ്വാസികളെ ഒരു പ്രത്യേക വിഭാഗമായി, മതവിഭാഗമായി കണക്കാക്കാൻ സാധിക്കില്ല തുടങ്ങിയ വാദമായിരുന്നു ഈ നിലപാടുകളെല്ലാം മാറ്റിക്കൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ തങ്ങളുടെ പുതിയ നിലപാട് വ്യക്തമാക്കാനായി ഒരുങ്ങുന്നത്. ആചാര സംരക്ഷണം വിശ്വാസികൾക്കൊപ്പം എന്ന നിലപാട് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ കൂടിയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഈ നിലപാട് പ്രതിപക്ഷമടക്കം കൂടുതൽ ചോദ്യം ചെയ്യുന്നതും. എന്തായാലും ഇന്നിപ്പോൾ മറ്റ് കക്ഷികളോടൊപ്പം സർക്കാരും നിലപാട് സത്യവാങ്മൂലമായി തന്നെ സുപ്രീം കോടതി അറിയിക്കുന്നു. ഏപ്രിൽ 7 വിശദമായ വാദം. നമുക്കറിയാം, ആ സമയത്ത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ കൂടി ഒരു സമയം കൂടിയാണ്. ആ സമയത്ത് തന്നെയായിരിക്കും ഇതിൻ്റെ വാദം തുടങ്ങുക എന്നതും ശ്രദ്ധേയമാണ്.